അതിനാടകീയത തുടരെ തുടരെയുള്ള ഫ്രെയിമുകളിൽ അഭിനയ മുഹൂർത്തങ്ങൾ തീരെയില്ല. സ്ക്രിപ്റ്റ് പരമായി നോക്കുകയാണെങ്കിൽ പോലും ഒരു ഏറ്റക്കുറച്ചിൽ പോയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഫ്ലാറ്റ് ഗ്രാഫാണ്. ഒരു തരത്തിലും പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രംഗങ്ങളില്ല. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ പോലും ലോജിക്കും തീരെയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞാൽ പോലും 3D ദൃശ്യവിസ്മയം എന്നുള്ളതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. ബറോസ് എന്ന സിനിമയുടെ ആദ്യ പ്രതികരണം കണ്ടിറങ്ങിയ പ്രേക്ഷകരോടൊപ്പം തന്നെ സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകൻ കൂടിയാണ് ഞാൻ. സിനിമയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ 44 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ഇത്രയും നാളത്തെ അഭിനയ സമ്പത്ത് കൊണ്ട് അദ്ദേഹം ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ 3Dയിൽ ഒരുക്കപ്പെടുന്ന ഒരു ചിത്രം എങ്ങനെയായിരിക്കാം പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നുള്ളൊരു വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ ലൈനിൽ പോകുന്ന തിരക്കഥയായതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരുന്ന രീതിയിലോ അല്ലെങ്കിൽ ലാലേട്ടന് വേണ്ടി എണീറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിലോ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളൊന്നുമില്ലാത്തത് വിഷമിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് മുഖപരിചയമില്ലാത്ത അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളും കൂടി വരുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഹിൻഡ്രൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ലിപ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഡബ്ബ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇന്ന ക്യാരക്ടറുമായിട്ട് മാച്ച് ആകുന്നില്ല, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ ഡിമാൻഡ് ചെയ്യുന്നില്ല. ജോഗ്രഫിക്കലി ഇയാൾ ഇങ്ങനെ അല്ല സംസാരിക്കേണ്ടത്, ഇയാളുടെ ടോൺ ഇങ്ങനെയല്ല, തുടങ്ങി 100 കാര്യങ്ങൾ പ്രേക്ഷകൻ്റെ തലയുടെ ഉള്ളിൽ കൂടെ പോവുകയും ചെയ്യും. അതെല്ലാം ഈ സിനിമയിൽ വരുന്നുമുണ്ട്. അതിനൊക്കെ മാറ്റി നിർത്തിയാൽ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിക്ക് ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. 3Dയിൽ റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ 3Dയിൽ ഉടനീളം ഈ ചിത്രം സംസാരിക്കപ്പെടുമ്പോൾ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ സിനിമ നൽകുന്ന ഒരു ഹൈ ചെറുതൊന്നുമല്ല. 3Dയിൽ ഒരുപാട് വിഷ്വൽസ് നമുക്ക് കിട്ടുകയും ചില രംഗങ്ങളിലൊക്കെ ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യവിസ്മയം ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ്റെ ചില അഭിനയ മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിൽ അതല്ല സ്ക്രീൻ പ്ലേയിൽ ഏറ്റക്കുറച്ചിലുകൾ, പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സിനിമ എങ്ങോട്ടെങ്കിലും കയറി പോകുന്ന ഒരു മികച്ച രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നിരാശാജനകമായ മറുപടിയായിട്ട് പറയാനുള്ളത്. സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ക്രിയേറ്റീവ് ഡയറക്ടറായി ടി കെ രാജീവ് കുമാർ വരുന്നു, ക്യാമറമാനായി സന്തോഷ് ശിവൻ വരുന്നു, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് സന്തോഷ് രാമൻ വരുന്നു. ഒരു ജെം ഓഫ് പ്രൊഡക്ഷൻ ടീമാണ് ഈ സിനിമയ്ക്കുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ തന്നെ ഈ സിനിമയിൽ കാണാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥ വളരെയധികം ഫ്ലാറ്റാണ്. ഇമോഷണൽ കണക്ഷൻ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സുമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ലാലേട്ടനെ ഇങ്ങനെ കാണുന്നതോ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാൻറ്റസി ലോകം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനകത്ത് ലോജിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ എന്നാൽ പോലും പ്രേക്ഷകന് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേക്ഷകന് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല സീക്വൻസുകളും നിറയ്ക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഇല്ലാതെ ഫ്ലാറ്റായി പോകുന്നതായിരുന്നു ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ബറോസ് എന്ന കഥാപാത്രത്തെ ഡെഗമ തമ്പുരാൻ്റെ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ ഏകദേശം 389 വർഷങ്ങളായി ഒരു നിധിയും കാത്ത് ആ ഭൂതം അങ്ങനെ കഴിയുകയാണ്. തൻ്റെ യജമാനനോടുള്ള അത്രയധികം സ്നേഹത്തോടെയും അത്രയധികം ലോയൽറ്റിയോടും കൂടിയും കഴിയുന്ന ഒരു ഭൂതം. എന്നാൽ ആ ഭൂതത്തിൻ്റെ ജീവിതത്തിലൂടെ കഥ പോകുമ്പോൾ ആ ഭൂതത്തിന് സംഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. വീണ്ടും ഇസബെലയെ പോലൊരു കുട്ടിയെ കണ്ടുപിടിക്കുക, ഈ താക്കോൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഭൂതത്തിൻ്റെ കഥയാണ് ബറോസ്. പക്ഷേ എന്നാൽ പോലും ആ ഇസബെലയെ കാണുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് മാറുന്നതോ അങ്ങനെ ഒന്നും വളരെ കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുടെ കാര്യങ്ങളായിട്ട് സൂചിപ്പിക്കേണ്ടി വരുന്നത്. മാത്രമല്ല അതിനാടകീയത ഈ സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് സംഭാഷണങ്ങളിൽ മാത്രമല്ല, ഈ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നവരുടെ മുഖഭാവത്തിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടു പരിചയമില്ലാത്ത ആളുകൾ ഒക്കെ തന്നെ സിനിമയിലുണ്ട്. പുതുമുഖങ്ങളൊക്കെ തന്നെയായിരിക്കാം, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം. അവർക്കൊക്കെ ഒരു അഭിനയത്തിൽ നിന്ന് തന്നെ ഒരു എക്സ്ട്രാ ഇടുക, എക്സ്ട്രാ എഫേർട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓവറായി അഭിനയിക്കുക എന്നുള്ള രീതിയിലുള്ള പല സീക്വൻസുകളും സിനിമയിലുടനീളം ഉണ്ടാവുകയും ചെയ്തു. കാണിക്കാൻ വേണ്ടി അഭിനയിക്കുക എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയം എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്തതും ഒരു ചെറിയ നിരാശയായിട്ട് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ സിനിമയിലുടനീളം എടുത്തു പറയാൻ തക്ക രീതിയിൽ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ മോഹൻലാൽ പാടിയൊരു ഗാനം
ഇസബെല്ല എന്നുള്ളൊരു ഗാനവും തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് എടുത്ത് സൂചിപ്പിക്കാൻ പറ്റുന്നതാണ്. അല്ലാത്ത പക്ഷം സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ട്രെയിലറിൽ തന്നെ ഒരു സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നു ട്രെയിലറിൽ തന്നെ കിട്ടിയത്. ആ ട്രെയിലറിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫുൾ വേർഷൻ തന്നെയാണ് സിനിമ എന്നത് പറയേണ്ടി വരും. അല്ലാതെ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഗംഭീരമായൊരു സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് മറുപടി. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് 3Dയിൽ നിന്ന് മലയാളത്തിൽ നിന്നും ഇങ്ങനൊരു ഗ്രാൻഡ് ക്യാൻവാസിൽ ഈ സിനിമ ഒരുങ്ങുന്നതിൽ സന്തോഷം തോന്നുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അതൊരു വലിയ വളർച്ചയായിട്ട് മാറുന്നതിൽ ഒരു സന്തോഷമുണ്ട്. പക്ഷേ കഥാപരമായി പിടിച്ചു നിർത്താനോ ഇമോഷണലി പ്രേക്ഷകനെ ആ കഥയിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയല്ല പ്രേക്ഷകർക്ക്. വളരെ ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തീർത്തും എല്ലാ പ്രേക്ഷകരെയും ആ സ്ക്രീനിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു തരത്തിലും ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കാരണം പുതിയൊരു ലോകമാണ്, ആളുകൾക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ലോകമാണ്. ആ ലോകത്തേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകണമെങ്കിൽ അത് അത്രയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള അത്രയധികം കോറായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയും ഡയലോഗും അനിവാര്യമായിരുന്നു. അത് ഈ സിനിമയിൽ ഇല്ലാത്തത് തീർത്തും ഇമോഷണൽ ഡിസ്കണക്ഷൻ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂടിപ്പോവുകയും ചെയ്തു. കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായും അവർക്കൊരു പുതിയ ലോകത്തേക്ക് ഇങ്ങനെ ഒരു 3D സ്ക്രീനിൽ 3Dയിൽ ഇങ്ങനെ ഓബ്ജക്ട്സ് അടുത്ത് വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ മൈ ഡിയർ കുട്ടിച്ചാത്തൽ നമ്മൾ കാണുന്ന പോലുള്ള ചില സീക്വൻസുകൾ ഈ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആനിമേറ്റഡ് ആയിട്ടൊരു ക്യാരക്ടർ ലാലേട്ടനോടൊപ്പം തന്നെ സിനിമയിൽ ഉടനീളം വരുന്നുമുണ്ട്. അതിലുള്ള കുറച്ച് ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്തായാലും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.